ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോണതേ യോക്ക് പ്ലീറ്റഡ് നൈറ്റിയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഉണ്ടല്ലോ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നല്ല എളുപ്പത്തിലൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ തുണീനെ നല്ല വശത്തിന് ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കാണ് കേട്ടോ, ചീത്തവശം പുറത്തേക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ ഇതേപോലെ അതിൻ്റെ രണ്ട് തെറ്റുകൾ ഇങ്ങനെ പിടിച്ചിട്ട് മടക്കി നമുക്ക് നാലാക്കി മടക്കിയിടണേ. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതേപോലെ മടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ് ഉണ്ടല്ലോ, നമ്മുടെ തുടക്കക്കാർക്കൊക്കെ അതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് കട്ട് ചെയ്യാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു നൈറ്റി കട്ടിങ് കാണിക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ നൈറ്റി മടക്കിയിട്ടതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്ത് നിന്നിട്ടിട്ടാ, അതായത് ഒരു പീസ് തുണിയാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് നിന്നിട്ട് ഇതുപോലെ ചെറിയൊരു പീസ് തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ കട്ട് ചെയ്യരുത്. നമ്മുടെ നൈറ്റി തുണി അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റി തയ്ച്ച് വരുമ്പോൾ ഇറക്ക് കുറയും. അപ്പോൾ നോക്കിയതിൻ്റെ ശേഷം ഇതുപോലെ താഴ്ഭാഗത്ത് നിന്നിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഉയരം കുറഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഇറക്കുണ്ടാവുമല്ലോ നൈറ്റി തയ്ക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമുക്കിതുപോലെ താഴ്ഭാഗത്ത് നിന്നിട്ട് ഒരു പീസ് തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ നാലാക്കി തുണി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുരിദാറിനും എല്ലാത്തിനും ഇതുപോലെ തന്നെയാണ് നമ്മളിത് മടക്കാറ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇതുപോലെ 4 പീസായിട്ട് തുണി ഉണ്ടാവും. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് 2 പീസ് തുണിയായിട്ടാവും കാണാം. പിന്നെ മേൽഭാഗം ഓപ്പൺ അല്ലാതെയും ഏറ്റവും താഴ്ഭാഗം ഓപ്പൺ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഇതെപ്പോഴും പറയുന്നത് നമ്മുടെ വീഡിയോ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു 38 സൈസിലുള്ള നൈറ്റിയാണ് തയ്ക്കുന്നത്. 38 സൈസ് എന്ന് പറഞ്ഞതിലേ നമ്മുടെ ഓരോരുത്തരുടെ വണ്ണത്തിനനുസരിച്ചിട്ട് അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം നമുക്കതിൻ്റെ നൈറ്റിയുടെ കഴുത്തിൻ്റെ വീതി 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക് കഴുത്തിൻ്റെ താഴോട്ടുള്ള ഇറക്ക് ഞാനിവിടെ 4 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തിന് നമുക്കിങ്ങനെ കറക്റ്റ് ഒപ്പം വെച്ചിട്ടേ ഒരു സ്ക്വയർ ഷേപ്പ് ആക്കി എടുക്കാറുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗത്തെ കഴുത്ത് ഞാനിവിടെ ഒരു 6 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഫ്രണ്ട് ഭാഗവും ബാക്കും ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 6 ഇഞ്ച് ഇതേപോലെ നമ്മളൊന്ന് വരച്ചെടുത്തിട്ട് അതും ഇതുപോലെ സ്ക്വയർ ഷേപ്പ് ആക്കി എടുക്കുക. അതിനുശേഷം എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കഴുത്താണ് റൗണ്ട് നെക്ക്. അപ്പം നമുക്കിവിടെ ഒരു റൗണ്ട് നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ആദ്യം ബാക്കിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തെ കഴുത്തും നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. ഫ്രണ്ട് ഭാഗത്തെ കഴുത്ത് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് കേട്ടോ തയ്ക്കുക. അപ്പോൾ നേരിട്ട് തുണിയിൽ കട്ട് ചെയ്യാറില്ല. എന്നാലും പുതിയ കൂട്ടുകാർക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ തുണിയിൽ വരച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അളവ് മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരുവിധം ആളുകളുടെയൊക്കെ 14 ഇഞ്ചാണ് കേട്ടോ വരാം. 14 ഇഞ്ചിൻ്റെ പകുതി 7 ഇഞ്ച്. അപ്പോൾ നമ്മൾ ആ ഒരു 7 ഇഞ്ചിൽ കൂടെ 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 7.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കഴുത്തൊക്കെ വരച്ചിട്ടില്ലേ, ആ ഒരു തുണിയുടെ തെറ്റുഭാഗത്ത് നിന്നിട്ട് ഉള്ളിലേക്ക് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു 7.5 ഇഞ്ച് തന്നെ നമ്മൾ നേരെ താഴോട്ട് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് വരയ്ക്കാം. എന്നിട്ട് അതിനെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ 7.5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് 1 ഇഞ്ചോളം ഉള്ളിലോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വണ്ണത്തിനനുസരിച്ചിട്ട് വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് എന്നുള്ളത് ഇപ്പോൾ 2 ഇഞ്ചോ 3 ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതേപോലെ ഒന്ന് ആ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ കൈക്കുഴിയുടെ ബാക്കി ഭാഗം നമ്മൾ താഴ്ഭാഗത്തുള്ള തുണിയിലാണ് മാർക്ക് ചെയ്യാൻ പോണത്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്തുള്ള തുണിയിൽ നമുക്ക് കൈയൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാനുണ്ട്. ഇനി മേൽഭാഗത്ത് നിന്നിട്ട് ഞാൻ ഇറക്ക് കൊടുക്കുന്നത് ഒരു 10.5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അത് ഉയരത്തിനനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങൾ വരും കേട്ടോ ഓരോരുത്തരും. നമുക്ക് 11 ഇഞ്ചൊക്കെ ആയാലും എടുക്കാം, അല്ലെങ്കിൽ ഒരു 10 ഇഞ്ചായാലും മതി. അപ്പം ഞാനിവിടെ ഒരു 10.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് 10.5 ഇഞ്ച് ഞാൻ ഇതേ രീതിയിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കഴുത്ത് മാർക്ക് ചെയ്തതിൻ്റെ താഴ്ഭാഗത്ത് 10.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, ആ ഒരു 10.5 ഇഞ്ചിൽ നിന്നിട്ട് നമ്മൾ കൈക്കുഴിയുടെ ഭാഗത്ത് 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തില്ലേ, ആ ഒരു പോയിന്റിലേക്ക് ഇതേപോലെ ഒന്ന് ചെരിച്ച് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നായാലും അവിടെ നിന്നായാലും ഇതേ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി.
ഞാൻ കൈക്കുഴിയുടെ ഭാഗത്ത് നിന്നിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്ത് 1.5 ഇഞ്ചിലേക്കാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയായാലും ഇതേ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഈ ഒരു 1.5 ഇഞ്ചുകൾ 2 സൈഡിലും മാർക്ക് ചെയ്തില്ലേ, അത് ഇതേപോലൊന്ന് നേരെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളതേ നമ്മുടെ കൈയിൻ്റെ ആ ഒരു അളവ് ഒന്ന് മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ കൈയിൻ്റെ ഇറക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 8 ഇഞ്ചാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി കൈയിൻ്റെ വണ്ണം ഞാൻ എടുക്കുന്നത് 1.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ തന്നെ പിടിച്ചിട്ട് നമ്മൾ ആ വരച്ചിട്ടുള്ള അളവില്ലേ അവിടെ വരെ ഒന്ന് നേരെ വരച്ച് കൊടുക്കാം കേട്ടോ നമുക്ക്. 1.5 ഇഞ്ച് നമ്മൾ താഴ്ഭാഗത്തേക്ക് വരച്ചല്ലോ കൈയിൻ്റെ വണ്ണം. അപ്പം ആ ഒരു പോയിന്റിൽ നിന്നിട്ട് ഉള്ളിലോട്ട് ഒരു 3 ഇഞ്ച് ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽഭാഗത്ത് നിന്നിട്ട് കൈയിൻ്റെ ആ ഒരു ഷേപ്പ് വരെ ഏറ്റവും താഴ്ഭാഗത്ത് എത്തുമ്പോൾ ആ ഒരു 3 ഇഞ്ചിലേക്കാണ് കേട്ടോ നമ്മളിത് അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതേപോലെയാണ് കൈയൊന്ന് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. കൈത്തുമ്പിൻ്റെ വണ്ണം കൂടി ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. കൈത്തുമ്പ് നമുക്കിവിടെ ഒരു 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സൈഡ് ഭാഗത്തേക്ക് ഞാനിവിടെ 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു 2 ഇഞ്ചും നമ്മൾ സൈഡ് ഭാഗത്ത് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് നേരെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തത് നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കട്ടിങ്ങിനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൈ കട്ട് ചെയ്യണം. അപ്പോൾ കൈക്ക് ഇനി ഇറക്കങ്ങാനും കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ സൈഡ് ഭാഗത്തേക്ക് നമ്മൾ കൈയിൻ്റെ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി തുണി ഒരു ഇഞ്ചോളം നിൽക്കുന്നുണ്ട്. അപ്പോൾ കയ്യിറക്ക് കുറച്ചും കൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തതിൻ്റെ ശേഷം ബാക്കി നിൽക്കുന്ന ആ ഒരു തുണിയുടെ ഭാഗത്ത് ഇതേപോലെ ഷേപ്പ് വരച്ചിട്ട് ആ ഒരു 3 ഇഞ്ചിലേക്ക് ഒന്ന് നമ്മളത് ഷേപ്പ് ചെയ്ത് കൊണ്ടെത്തിക്കാം കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വലിയ തുണിയാണ്, കുറച്ച് വീതിയുള്ള തുണിയാണെങ്കിൽ അതിനനുസരിച്ച് കയ്യിറക്ക് കൂട്ടിയെടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു 8 ഇഞ്ചിൽ കൂടെ തന്നെ ഞാനിത് മാർക്ക് ചെയ്ത ഭാഗത്തൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൈയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒന്ന് വേർതിരിച്ചെടുക്കണം. അപ്പോൾ കൈയിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നമ്മൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്താണ് കേട്ടോ ഞാൻ ബാക്ക് എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു തുണീനെ ബാക്കിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് ഭാഗത്തേക്ക് എന്ന് പറഞ്ഞ തുണിയുടെ ഭാഗത്ത് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് കഴുത്ത് തയ്ക്കാനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഇവിടെ വേസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു തുണിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഈ ഒരു തുണിയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു നൈറ്റി തയ്ക്കുമ്പോൾ ആകെ കൂടി വരുന്ന തുണി, കഴുത്ത് തയ്ക്കാനായാലും സിബ് വയ്ക്കുമ്പോൾ പട്ട വയ്ക്കാനൊക്കെ ആയാലും ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് ഇത്രയും തുണിയാണെങ്കിൽ നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ നിൽക്കണതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അതിൻ്റെ തൊട്ട് താഴോട്ട് 2.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഈ മാർക്ക് ചെയ്ത ഭാഗത്തേക്കാണ് കേട്ടോ നമ്മുടെ കൈക്കുഴിയുടെ ബാക്കിയുള്ള ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അത് മാർക്ക് ചെയ്യാനായിട്ടേ നമ്മുടെ മേൽഭാഗത്തെ തുണി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചല്ലോ, ആ ഒരു തുണിയുടെ മേൽഭാഗത്ത് 1/2 ഇഞ്ച്, ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കൈ ഇതേപോലെ എടുത്ത് വയ്ക്കാം. കൈയിൻ്റെ ആ ഒരു ഭാഗം ഇതേപോലെ കറക്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു കൈക്കുഴിയുടെ ആ ഒരു ഭാഗം മാർക്ക് ചെയ്തില്ലേ, അവിടെ നിങ്ങളുടെ ബാക്കിയുള്ള ആ ഒരു അളവാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇതേപോലെ കേട്ടോ 4.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു 4.5 ഇഞ്ചിൽ കൂടെ നമുക്ക് 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണേ നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു പോയിന്റിൽ നിന്നിട്ടും മേലോട്ട് മാർക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിനേക്കാളും 1 ഇഞ്ച് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ 5.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ 2.5 ഇഞ്ചിൽ നിന്ന് മേലോട്ട് എവിടെയാണോ 5.5 ഇഞ്ച് വരുന്നത് അവിടേക്ക് ഇതേപോലെ വരയ്ക്കാം. അതിന് ശേഷം നമുക്ക് അതൊന്ന്
കുറച്ചൊന്നും ഇങ്ങനെ ഷെയ്പ്പാക്കിയിട്ട് വേണം കേട്ടോ, കൈക്കുഴിയുടെ ആ ഒരു ബാക്കി ഭാഗം പോകുന്ന ഭാഗം ഉണ്ടല്ലോ അതുപോലെ ഷെയ്പ്പാക്കിയിട്ട് വേണം വരയ്ക്കാൻ. പിന്നെ ഇതിൻ്റെ മേൽഭാഗത്ത് നമ്മൾ 2 പത്തരകൾ തമ്മിൽ കൂട്ടി നേരെ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഭാഗത്തും ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്യുക കേട്ടോ. ഷെയ്പ്പ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു ഷെയ്പ്പാക്കി എടുക്കാം. താഴ്ഭാഗത്തേക്കുള്ള കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള തുണിയാണ് ഇത്. അപ്പോൾ ഈ ഒരു തുണി വെച്ചിട്ട് വേണം കഴുത്തിൻ്റെ ബാക്ക് തയ്ക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കേട്ടോ. ഈ ഒരു നൈറ്റി തയ്ക്കാൻ വെട്ടുമ്പോൾ ഇതുപോലെയുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ നൈറ്റി കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നല്ല എളുപ്പത്തിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒരുപാട് കണക്കുകളൊന്നും പറയാതെ സിമ്പിളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കഴുത്ത് തയ്ക്കാനായിട്ട് ഞാൻ ക്യാൻവാസിൽ ഇതേപോലെ കഴുത്ത് റൗണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിബ് എടുത്തിട്ടുണ്ട്. പിന്നെ താഴ്ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന തുണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഉയരത്തിനനുസരിച്ച് നോക്കിയതിൻ്റെ ശേഷം കട്ട് ചെയ്യാം കേട്ടോ. നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു തുണിയിൽ നമുക്ക് സിബ് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേൽഭാഗത്തേക്ക് ഒരു പട്ട തയ്ക്കാനും ബാക്കിയുള്ള ആ 2 പീസ് തുണി വരും കേട്ടോ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിനെ നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് ഫ്രണ്ട് ഭാഗത്ത് കഴുത്ത് തയ്ക്കാനാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മളിനി വീണ്ടും വരുന്നതാണ്.